എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? അപ്പൊ തുടങ്ങാല്ലേ? സിനിമയിലേത് അത്ര വലിയ വിജയയാത്രയല്ലെങ്കിലും വിജയിയാണ് ഹണി റോസ്. സ്ത്രീ ശരീരത്തോടുള്ള മനോഭാവത്തോടും ആൾക്കൂട്ട മനഃശാസ്ത്രത്തോടും പൊരുതാൻ ഉറച്ചിറങ്ങിയ ഹണിയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ മലയാളികൾ കാണുന്നത്. എന്നാൽ അവർ പിന്നിട്ട വഴികൾ തേനും റോസാനിളങ്ങളും നിറഞ്ഞതായിരുന്നില്ല. ആ അനുഭവങ്ങളിലൂടെ നേരെ ചൊവ്വയിൽ ഹണി റോസ്. നമസ്കാരം സർ. ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡിൻ്റെ ഒരു കാലഘട്ടം ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറെ ഒരാളുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? എന്നിട്ട് എന്തുണ്ടായാലും എന്നോട് പറഞ്ഞില്ല. അത്രയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് മെസ്സേജുകളായാലും കൊമൻസ് ആയാലും അല്ലെങ്കിൽ വീഡിയോകളായാൽ പോലും. ഇതൊരു ശല്യമായല്ലോ. ഹലോ, ആരാ? ഇടാ പന്ന റാസ്കൽ, നീ എന്നെ അങ്ങോട്ട് പേടിപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കല്ലേ? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ട് ചെയ്യടാ. പൊതുവെ കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന, ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ബഹളത്തിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലഘട്ടം. നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ. തീരുമാനം അത്ര എളുപ്പമായിരിക്കില്ല. കാരണം വളരെ യാഥാസ്ഥിതികമായ ഒരു സമൂഹം ഇതൊക്കെ വിചാരണ ചെയ്യാൻ മുന്നിലുണ്ട് എന്നുള്ളൊരു വിചാരം ഒരുപക്ഷെ ഹണിയെ തന്നെ പിന്നോട്ട് വലിച്ചിരിക്കാം. അതിന് മറികടക്കാനുള്ള കരുത്ത് എവിടെ നിന്ന് വന്നു? ഒരു കഥയാണ്. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ട്. നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. അതിനെന്താ ഒരു വഴി? ഹണി ശക്തമായൊരു നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായിപ്പോയി. വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ച് വിട്ടതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയില്ലേ, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുമെന്നുള്ള രീതി. വേറെ ചൊല്ലും കൂടി കേട്ടിക്കണ ഞാന്.